അപ്പുറത്തെ വീട്ടിലെ ദീദിയുടെ ഉണ്ണിയപ്പച്ചട്ടി കണ്ടപ്പോഴേ എനിക്ക് വല്ലാത്തൊരു കൊതിയായിരുന്നു. എന്നാൽ പിന്നെ കാര്യമായിട്ട് ഒരു തവണ ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന്. ലാസ്റ്റ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഒരു 2 വർഷം മുൻപേ ഒരു വിഷുവിനായിരുന്നേ. അതിനുശേഷം ഉണ്ണിയപ്പച്ചട്ടി തൊട്ടതേയില്ല. പിന്നെ മടിയാ, കാരണം ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് തന്നെ ചുടണ്ടേ, വേറെ ആരും സഹായത്തിനും ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ കുറച്ച് പുഴുങ്ങലരിയും കിടപ്പുണ്ട്, ഇതും കളയണ്ടല്ലോ. പെട്ടെന്ന് തന്നെ കഴുകി ഉണക്കി നന്നായിട്ട് ഒരു ചെറിയൊരു തരിതരിപ്പിൽ അങ്ങ് പൊടിച്ചെടുത്തു. പിന്നെ ഒരു പാർട്ട് തരിതരിപ്പിലും ഒരു പാർട്ട് നന്നായിട്ട് നമ്മുടെ മൈദയുടെ ഒരു കൂട്ടിലും അങ്ങ് പൊടിച്ചെടുത്തു. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തു. അപ്പം ഇതിലോട്ട് പിന്നെ നമ്മൾ ചേർത്തത് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതും കറുത്ത എള്ളില്ലാത്തതുകൊണ്ട് വെളുത്ത എള്ള അങ്ങ് ചേർത്തു. എള്ളിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വെളുത്ത എള്ള് ഒന്ന് ചേർത്ത് കൊടുത്തത്. നിർബന്ധമൊന്നുമില്ലല്ലോ കറുത്ത എള്ള് തന്നെ വെളുത്ത എള്ള് തന്നെ ചേർക്കണമെന്ന്, എള്ള് തന്നെ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 പഴം കൂടെ നന്നായിട്ട് ഉടച്ചിട്ട് ചേർത്തപ്പോൾ എന്താ ഒരു മണം. പിന്നെ ഞാൻ ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ട്, കാരണം ഈ പുഴുങ്ങലരി നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും, അപ്പം അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് മൈദയും കൂടെ ചേർത്ത് ആ അപ്പച്ചട്ടി അങ്ങനെ വെച്ചു. അപ്പച്ചട്ടി കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ കുഴിയുണ്ടല്ലോ, നിറയെ അങ്ങ് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ കുപ്പി മൊത്തത്തിലുള്ള എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓരോന്ന് അങ്ങനെ ചുട്ടെടുത്ത് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ, കണ്ടോ ഞാനുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ണിയപ്പൊക്കെ കഴിക്കാൻ പറ്റുന്നത്, കഴിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് എന്നെ ഇങ്ങനെ പൊക്കി വിടുന്നുണ്ടായിരുന്നു. പിന്നെ നീ ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കഴിക്കുന്നത്. ഞാൻ കാര്യം തന്നെയല്ലേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 80 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ഉണ്ണിയപ്പൊക്കെ അത്രയും കിട്ടില്ലോ. അപ്പം അതെവിടെ ഇവർക്ക് കഴിച്ച് തീരാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്രാവശ്യം കുറച്ചധികം തന്നെ ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തും കൊടുക്കണം, പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഇതൊന്നും തേയില്ല. പക്ഷേ ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു ബാറ്ററി ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു ഉറപ്പായിരുന്നേ, ഉള്ള കാര്യം അതുപോലെ പറയണല്ലോ. പിന്നെ ഞാൻ എന്തുകൊണ്ടെടുത്ത് കുറച്ച് ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചപ്പോൾ നമ്മുടെ മധുരവും കുറച്ച് ബാലൻസായി, പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ പഴമൊക്കെ ചേർത്താകുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് പറയാറില്ലേ, ഉണ്ണിയപ്പൊക്കെ ഒരു 3000-4000 ഉണ്ണിയപ്പം ചുടുമ്പോൾ പറയാറുണ്ട് ഒരു 2 മണിക്കൂറെങ്കിൽ ഇതിൻ്റെ കൂട്ടിയിട്ട് ഒന്ന് വെക്കണമെന്ന്. എന്തിനാ? സോഫ്റ്റിന് വേണ്ടിയിട്ടാ. നമ്മളിത് ഉണ്ടാക്കി ഉടനെ നമുക്ക് താമസമില്ലല്ലോ. പക്ഷേ പിന്നെ ഉണ്ണിയപ്പം നല്ല പൊള്ളിയായിരുന്നു കേട്ടോ. കഴിച്ച വഴി